കൃഷിപ്പണി നോക്കാൻ കാര്യസ്ഥനെ നിർത്തിയാൽ മതി. അതിനുവേണ്ടി താൻ ജീവിതം വേസ്റ്റ് ചെയ്യണ്ട. ഞാനത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്, ഒരു പ്രൊഫഷനായിട്ട് തന്നെ. ഇഫ് യു ആർ ദാറ്റ് കോൺഫിഡന്റ്, ഓക്കെ. പിന്നെന്താ ഇവിടെ ചില ഇഷ്യൂസ്? താനൊരു സോഷ്യൽ നോയ്സൻസ് ആയി മാറുന്നു എന്ന് പറയുന്നു പലരും. ഒരിക്കലും അല്ല. ബീയിങ് എ സോഷ്യൽ ആനിമൽ, ഞാനും ചില ഇഷ്യൂസിൽ ഇടപെടുന്നു എന്ന് മാത്രം. എന്റെ ചുറ്റുപാടുകളിൽ നിന്ന് എനിക്ക് വിളിക്കാനാവില്ല. എന്താ അച്ചു ഇത്? ഒരുപാട് സങ്കടം നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചില്ലേ? ഇനിയും വേണോ? അയാള് പറയട്ടെ, അയാളുടെ സ്റ്റാൻഡ് അയാൾ ക്ലിയർ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കാം. എനിക്കൊന്നും പറയാനില്ല. പറയാനുണ്ടായിരുന്നത് കേൾക്കാനും വിശ്വസിക്കാനും അച്ഛൻ തയ്യാറാകാത്തതിന്റെ ഫലം 6 വർഷം ഞാൻ അനുഭവിച്ചു തീർത്തു. ഒരു മകന്റെ വാക്കുകളല്ല അച്ഛൻ കേട്ടത്. മുന്നിൽ വന്ന് നിൽക്കുന്ന ഏത് കുറ്റവാളിയും പറയും പോലെ ഞാനും പറയുന്നത് നുണയാണ് എന്ന് ഏത് ന്യായാധിപന്റെയും പ്രജുഡിസായ മനസ്സിൽ തോന്നും പോലെ അച്ഛനും തോന്നി. വെറും തോന്നലല്ല, വിശ്വസിച്ചു. കാരണങ്ങൾ പലതാണ്. സാഹചര്യം, തെളിവുകൾ എല്ലാം നിനക്കെതിരായിരുന്നു. അതെ, സത്യം എവിടെയും തോൽപ്പിക്കപ്പെടുന്നത് മെറ്റീരിയൽ ഫാക്ടേഴ്സായ തെളിവുകളും സർക്കംസ്റ്റാൻസസും കൊണ്ടാണല്ലോ. സാഹചര്യങ്ങളിൽ ഏറ്റവും വലിയത് എന്തായിരുന്നു എന്ന തിരിച്ചറിവാണ് 6 വർഷവും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. അതെന്താണെന്ന് അച്ഛനറിയോ? മണപ്പള്ളി മാധവൻ നമ്പ്യാർക്ക് അച്ഛനോടുള്ള പക, അതിന്റെ ഇരയാവുകയായിരുന്നു ഞാനെന്ന സത്യം. അച്ഛന്റെ ജരാനരകൾ ഏറ്റുവാങ്ങി പകരം സ്വന്തം യൗവനം ദാനം നൽകിയ പുരാണ കഥാപാത്രത്തെ അമ്മയാണ് മടിയിൽ കിടത്തി പറഞ്ഞു തന്നത്. അതായിരുന്നു ശക്തി തന്നത്. നിയമഗ്രന്ഥങ്ങളിലെ വരികളും വരികൾക്കിടയിലെ അർത്ഥഭേദങ്ങളും മാത്രം ജീവിതാധാരമായി കണ്ട് ജീവിക്കുന്ന അച്ഛനു വേണ്ടി അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന ചാരിതാർത്ഥ്യം. നിർത്താം, പ്രസംഗം നിർത്താം. അന്ധമായ പുത്രസ്നേഹം ദേവേന്ദ്രനെ യാചകവേഷം കെട്ടിച്ച് സൂര്യപുത്രനായ കർണന്റെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അർജുനനെ കർണൻ വധിക്കാതിരിക്കാൻ കർണന്റെ ശക്തി സ്രോതസ്സുകളായ കവചകുണ്ടലങ്ങൾ എരന്നു വാങ്ങാൻ പോയ ദേവരാജാവിന്റെ